കഴിച്ച് നമ്മുടെ ഇളയ പുത്രൻ ശകുനി നമുക്ക് വേണ്ടി ജീവൻ നിലനിർത്തട്ടെ. അവന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ ഹസ്തിനാപുരിയെ മുച്ചൂടും മുടിക്കാനുള്ള മാർഗം. അങ്ങനെ ഞാൻ ഹരക്കെ എന്ന മായായ ലോകത്തെത്തി. എങ്ങും ഇരുട്ടാണല്ലോ, ഒന്നും കാണാൻ സാധിക്കില്ല. അയ്യോ, പേടിക്കണം. ഞാനും ഇന്നെപ്പോലും മനുഷ്യ ജീവിയ ഈ മരുഭൂമി ജോലി ചെയ്തില്ല. എങ്ങും വിശാലമായ മണൽപ്പരപ്പുകൾ മാത്രം. ഇവിടെ ലോകത്ത് വേറെയില്ല. നമസ്കാരം. എന്റെ കണ്ണിൽ നിങ്ങൾക്കായി കാഴ്ചവെക്കട്ടെ. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുകയാണ്. പരസ്പരം പകയോടെ പോരടിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന വീരുസൈന്യങ്ങളാണ് നിർത്തിയിരിക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ അവസരങ്ങൾക്കായി അഡ്ജസ്റ്റ്മെന്റ് നിർബന്ധമോ? നമ്മോടൊപ്പം ചേർന്നു ചൂഷണത്തിൽ രേഖപ്പെട്ട പെൺകുട്ടി പല ആളുകളും പരിശീലനത്തിന്റെ കുറവും യൂട്യൂബിൽ നിന്നുള്ള പരിശീലനം നേടിയതും ഒക്കെ നമുക്ക് പലയിടത്തും കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ തേർഡ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് 737 കോഡ് നമ്പർ. സെക്കൻഡ് എ ഗ്രേഡ് കോഡ് നമ്പർ 730. ഫസ്റ്റ് എ ഗ്രേഡ് കോഡ് നമ്പർ 726. ഒരു അതിഥി തൊഴിലാളി കുടുംബം കേരളത്തിലേക്ക് കുടിയേറാൻ സന്തോഷത്തിലും സമാധാനത്തിലുമെല്ലാം അവർ ജീവിച്ചു പോകുന്നു. എന്നാൽ ഒരു ദിവസം അവരെയും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ കൊടും ക്രൂരത അരങ്ങേറുന്നു. അതെ, എല്ലാവർക്കും എന്റെ ഏകാമനെ പോയി നോക്കിട്ട് വരാം. നീ ഇവിടെ ദൈവമേ, അറിയോ എന്റെ വിവാഹമാ? വിവാഹമോ? എന്ത്? നീ പോലൊരു കളിക്കാതെ. അപ്പയാ പറഞ്ഞത് അടുത്ത ആഴ്ച എന്റെ വിവാഹമാണെന്ന്. വേണ്ട,
പോയത്. പക്ഷേ അപ്പ അവൻ വിവാഹശേഷം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന അകത്ത് വിവാഹശേഷം ഭദ്രഗ്രഹത്തിലെത്തിയ വല്ലാത്തൊരു ക്ഷീണം. ഞാൻ പറയുന്നത് കേൾക്കണ്ടേ നുജു? വേഗം വാ. ഇതാ നിന്റെ വസ്ത്രങ്ങൾ. എനിക്ക് വേഗം വന്ന് പണിയുണ്ട്, ഒരുപാട് ചെയ്യാൻ. രാവിലെ മുഴുവൻ പണി. രാത്രി ഞാൻ ആ മൃഗത്തിന്റെ കൂടെ. കണ്ടില്ലേ കൂട്ടുകാരെ നിജുവിന്റെ അവസ്ഥ? ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അസ്രാ മറിയം, ഗവൺമെന്റ് VHSS പകൽക്കുറി. കുട്ടിയെ ട്രോഫി വാങ്ങുന്നതിന് വേണ്ടി അസ്രാ മറിയം. ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അർച്ചിത, GVHSS പകൽക്കുറി. അർച്ചിതയെ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുക. പാലിക്കുക അടിയന്തരമായി. നിഘണ്ടു നിർമ്മാണം മഹാ എ, ഗവൺമെന്റ് VHSS പകൽക്കുറി. വ്യക്തിഗത ട്രോഫി നൽകും. സുരഭിയാനി അസ്സലാമു അലൈക്കും.
ರೋಜ ಇಣಯಾಗಿಯ ಬಾಗಂಡಾಜ ನಬಿ ಯೂಸುಫ್ ಚೀರ പുതു പന്തലിലീകാൻ കാശീർ പരിശായതിലേറാ ചിന്നാര പന്തരുളായി ചന്തമിൽ വന്നതിതാ നാരപ്പൂവിൻ ദശകായി ദേവി സുലേഖൈരാ മന്ദിര തട്ടുകള തിരുനോട്ടമിതാ മന്ദിര കാന്തി വിടർത്തും സുന്ദരി മന്ദാരത്തികവാ ഒരു സന്തോഷം നിറവാ ആനന്ദമായി അനുരാഗിയതാവാൻ നീളും അനുഭൂതിയാവാൻ പ്രണയാതുരയാവാൻ കാലം പുകഴായതിലേശാ ചിന്തേടും ചിന്തകളാലി ചന്ദ്ര ശോഭയിതാ സിംഗാരത്തിൻ പൂങ്കുയിലായി നാരി മഹദീരാ ഇമ്പനശീലകളാ അരുവി തിരുദൂതരിലായി യജബായ അനുരാഗമിഞ്ഞാലി ചെറുതിതാ സിരിലരച്ചി ആശിഖിലായി കില്ലടി വള്ളികളെല്ലാമായി ദൈത്തിനു മുത്തിയ സുഗന്ധത്തിൽ മധുവുകൾ തേടി വൈകും സരിഗമരാഗങ്ങളും പാടി പാടിടും പെയ്ത്ത് രാഗസിതാരകൾ നീട്ടിടും നീളപ്പെരുത്തായോ പെരുത്തിടും വിശുക്ക് വിഭ്രതക്ക് നാരി നാരിന കായെടുത്തേ കായോ NR പാർവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂർ. പാർവതിയുടെ അഭാവത്തിൽ ടീച്ചർ അത് ഏറ്റുവാങ്ങുന്നതാണ്. Code number 237.
ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വട്ടക്കളിയും ഇവരുടെ എല്ലാ ആഘോഷവേളകളിലും അവതരിപ്പിച്ചു വരുന്നു. തൊഴിലാളികളെ കൂടുതൽ പാടത്ത് പണിയെടുപ്പിക്കുന്നതിനായി ജന്മിമാർ ഈ കലാരൂപത്തെ ചൂഷണം ചെയ്ത് പ്രയോജനപ്പെടുത്തിയിരുന്നു. തുടിയും ചീനിയും മാന്തിക്കാഞ്ചി മണ്ണിലെന്നൂന്തോ കുണ്ടും മാന്തിക്കാഞ്ചി കുണ്ടിലെന്നൂന്തോ ലേലില്ല ലേലേ 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 ലേലില്ല ലേലേ 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 ലേലില്ല ലേലേ 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 ലേലില്ല ലേലേ ലേലേ ലേലില്ല ലേലേ 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 ലേലില്ല ലേലേ ലേലേ ലേലില്ല ലേലേ കണ്ണും ആ ഇത്തിച്ചി വന്നത് കണ്ണും പില്ല് കുണ്ടല് കൈത കുണ്ടല് പില്ല് കുണ്ടല് മീൻ. തനത് പാരമ്പര്യ ബോധകലയാണ് ഇരുളാട്ടം. മരണാനന്തര വേളകളിലും കമ്പളവേളകളിലും നാം ഈ ആഘോഷങ്ങൾ അവതരിപ്പിച്ചു വരുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന തനത് നാട്ടുവാക്യങ്ങൾ ദവിൽ, ഫരെ, തുടി, മണി, ജാത്ര പാരമ്പര്യത്തിന്റെ മഹിമ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇരുളാട്ടം. ഈ പട്ട് സംസ്കാരത്തെ പഠിക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ 3 ജഡ്ജസിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ അത് മഴയത്തിന് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ദേശത്ത് നമ്മളും ഈ പറഞ്ഞ വയനാട് നമുക്ക് ഏറ്റവും ദുഃഖാർദ്രമായി നിൽക്കുന്ന ഒരു സമയം. വയനാട്ടിലെ പണിയൂർ ഭാഗത്തിൻ്റെ ജഡ്ജസ് അതിൻ്റെ വിതീർണം എന്നിൽ തന്നെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കേരളത്തിൽ 36 ഗോത്ര വിഭാഗങ്ങളാണ് സാധാരണ 36. ഇപ്പം നിങ്ങൾക്കറിയാം 36 പേരുണ്ടെങ്കിൽ ഗ്രൂപ്പുണ്ടെങ്കിൽ കേവലം 5 പേർ അകത്ത് നിൽക്കുന്ന അല്ല 5 ഗ്രൂപ്പിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു കലാരൂപമല്ല ഗോത്രകലകൾ. അതിൻ്റെ സവിശേഷതകൾ ഏറെയാണ്. ഞാൻ പറഞ്ഞു
ஊரு விட்டு நடந்தலே ഈ കലാവിഭാഗത്തിന് അല്ലെ ജീവന്റെ തുടുപ്പിന്റെ പാട്ടുകൾക്കും കളികൾക്കും നമ്മുടെ കലാവേദിയിലേക്ക് കടന്നു വരുന്നതിന് സ്വീകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ജഡ്ജിംബാലിന്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുന്നു. നമുക്കറിയാം, പാലക്കാടിൻ്റെ ഈ നൃത്തം, ഈ കളികൾ നമ്മൾ പറയുന്നത് സംസ്കാരത്തിൻ്റെ, സംസ്കൃതിയുടെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ എന്നൊക്കെ പറയും. അതിനൊക്കെ അപ്പുറം പാലക്കാടിൻ്റെ, അട്ടപ്പാടിയുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അവിടുത്തെ സഹോദരിമാരുടെ, മക്കളുമാരുടെ അവരുടെ മാനസിക ശാരീരിക ആരോഗ്യ നിലകളെ മെച്ചപ്പെടുത്തുന്നതിനും ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞ് അവരുടെ ശരീരഘടനയ്ക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ വളർച്ചയെ, അവരുടെ മെഡിക്കൽ കോളേജും ഒക്കെ ഈ കളികളും പാട്ടുകളുമാണ്. അതുപോലെ മലയും വെള്ളത്തിനെയും പുഴയും ഒക്കെ പ്രതിരോധിക്കുവാനുള്ള ഭാഗമാണ് ഈ കളികളും അവരുടെ ആട്ടവും പാട്ടവും ഒക്കെ. അതൊക്കെ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ ഉൾപ്പെടുത്തി നമ്മുടെ കലോത്സവ വേദിയിലേക്ക് വന്നതിൽ ഏറെ സന്തോഷം. അത് യൂട്യൂബിൽ നോക്കി പഠിക്കാതെ ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ കളികളുടെയൊക്കെ ഉത്ഭവവും അതെന്താണെന്ന് മനസ്സിലാക്കി വരും വർഷങ്ങളിൽ രക്ഷകർത്താക്കളും അധ്യാപകരും പരിശീലകരും അതിനെ കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വേദിയിലേക്ക് കൊണ്ടുവരണം എന്നറിയിക്കുകയാണ്. ഈ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നഞ്ചിയമ്മ എന്ന് പറയുന്ന നമ്മളുടെ പാട്ടുകാരി അമ്മ അങ്ങ് ദേശീയ അവാർഡ് നമ്മുടെ മലയാളത്തിന് എത്തിച്ചു തന്ന നഞ്ചിയമ്മയ്ക്ക് ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം. ജഡ്ജ്മെന്റ് പറയുന്നതിന് എൻ്റെ സുഹൃത്ത് കൊച്ചാപ്പി ക്ഷണിക്കുകയാണ്. കാരണം ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയുടെ നമ്മുടെ കുമ്മളി എന്ന് പറയുന്ന പ്രദേശത്ത് തേക്കടി കുമ്മളി അറിയില്ല, തേക്കടി കുമ്മളി പ്രദേശത്ത് കൊല്ലംപട്ടണ എന്ന സ്ഥലത്ത് പളികക്കുടി, അവിടെ ഏറ്റവും കൂടുതൽ 7 പളികക്കുടികളും ഉണ്ട്. അവിടെ അവരുടെ മാര്യമ്മൻ കോവിലിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കാറുള്ള അവരുടെ ആചാര അനുഷ്ഠാന കല കൂടിയാണ് ഈ പളിയ നൃത്തം. അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കാണാം, ഇവിടെ നിന്ന് എനിക്ക് എല്ലാവരും കാണാം കേട്ടാ. പങ്കെടുക്കാൻ താല്പര്യമുള്ളതുണ്ട്. ഓക്കെ, അതും കൊള്ളാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാ, പക്ഷെ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പറ്റില്ല. ഓക്കെ, അറിയത്തില്ല ശരി.
നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയുമായ കാർത്തികേയാണ്. കാർത്തികനെ സ്നേഹപൂർവ്വം ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി വളരെ കുറച്ച് മാത്രമേ അറിയൂ. So I have to speak in English. So I want to tell a couple of things. One is this place is where the great world famous Raja കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷത്തോടെയും വളരെ നന്ദിയോടെയുമാണ് ഞാനത് വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ അന്നമുട്ടിയ ഒരു മണ്ണാണിത്. പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ സമയബന്ധിതമായി കലാമത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യത്തോടും ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ വേദികളുടെ എണ്ണം വർദ്ധവും LP ജനറൽ വിഭാഗം പോയിന്റോടുകൂടി 4 സ്കൂളുകൾ പങ്കുവയ്ക്കുന്നു. MMUPS പേരൂർ, GLPS കട്ടപ്പറമ്പ്, ഗുരുദേവ് UPS ദർശനവട്ടം, KTCT EMHS കടുവയിൽ നേടി. ഗവൺമെന്റ് ടൗൺ UPS കിളിമാനൂർ, ഗവൺമെന്റ് LPS മടവൂർ, ശിശു വിഭാഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കിളിമാനൂർ. LP വിഭാഗം UP അറബിക് വിഭാഗം 3ാം സ്ഥാനത്ത് 168 പോയിന്റ് നേടി ഗവൺമെന്റ് HSS കിളിമാനൂർ. 2ാം സ്ഥാനത്ത് 250 പോയിന്റ് നേടി KTCT EMHS കടുവയിൽ. HS ജനറൽ ഓവറോൾ 1ാം സ്ഥാനം 255 പോയിന്റ് നേടി RRV സ്കൂളുകൾ പങ്കുവയ്ക്കുന്നു. ഗവൺമെന്റ് HSS നാവായിക്കുളം, SKVHS കളവാട്ടുകുളം. 222 പോയിന്റ് നേടി ഗവൺമെന്റ് VHSS പകൽപുരി. 2ാം സ്ഥാനത്ത് 240 പോയിന്റ് നേടി ഗവൺമെന്റ് HSS കിളിമാനൂർ. 1ാം സ്ഥാനത്ത് 330 പോയിന്റ് നേടി RRV ഗവൺമെന്റ് HSS കിളിമാനൂർ. 2ാം സ്ഥാനം 275 പോയിന്റോടെ KTCT EMHS കടുവയിൽ. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ 1ാം സ്ഥാനം 279 പോയിന്റോടെ RRV ട്രോഫികളുണ്ട്. അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 205 പോയിന്റോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂർ. 1ാം സ്ഥാനത്ത് 279 പോയിന്റോടെ RRV.